സാർ സാർ കള്ളമുട്ടാപ്പി ജയിലിൽ ചാടി. മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ഓടിത്തള്ളണ്ടാ കുട്ടാപ്പി, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. CP+ Advanced AI Surveillance Solutions built with CTC technology. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. സാർ IPS ആണല്ലേ? IPS അല്ല, CP+. മലയാറ്റൂരിൽ വിശുദ്ധ വാരാതിരുകർമ്മങ്ങൾക്കും പുതുഞായർ തിരുനാളിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയും സെയിന്റ് തോമസ് പള്ളി മലയാറ്റൂരും വിശുദ്ധ വാരാചരണത്തിനും പുതുഞായർ തിരുനാളിനുമായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെയാണ് വിശുദ്ധ വാരാതിരുകർമ്മങ്ങൾ നടക്കുക. പുതുഞായർ തിരുനാൾ ഏപ്രിൽ 9 മുതൽ 12 വരെ ആഘോഷിക്കപ്പെടും. എട്ടാമിടം ആഘോഷങ്ങൾ ഏപ്രിൽ 17 മുതൽ 19 വരെയും നടക്കും. ഓശാന ഞായറാഴ്ച കുരുത്തോല പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും കൊണ്ടാണ് തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. പെസഹ വ്യാഴാഴ്ച കാൽക്കഴുകൽ ശുശ്രൂഷയും പൂർണ്ണദിനാരാധനയും നടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ പീഡാനുഭവ തിരുകർമ്മങ്ങളും കുരിശിന്റെ വഴിയും വിലാപയാത്രയും സംഘടിപ്പിക്കും. വലിയ ശനിയാഴ്ച ഉയിർപ്പ് തിരുകർമ്മങ്ങൾക്കും ഉയിർപ്പ് ഞായറാഴ്ച വിശുദ്ധ കുർബാനകൾക്കും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പുതുഞായർ തിരുനാളിന്റെ ഭാഗമായി ഏപ്രിൽ 9 കൊടിയേറ്റം നടക്കും. തുടർന്ന ദിവസങ്ങളിലായി പാട്ട് കുർബാനകൾ, പ്രദക്ഷിണങ്ങൾ, ലൈറ്റ് ഷോ എന്നിവയും ഏപ്രിൽ 12 പ്രധാന തിരുനാൾ ആഘോഷങ്ങളും നടത്തപ്പെടും. എട്ടാമിടം ദിവസങ്ങളായ 17, 18, 19 തീയതികളിൽ തിരുനാൾ സമാപന ചടങ്ങുകളും കൊടിയിറക്കവും ഉണ്ടാകും. ഇതിനോടനുബന്ധിച്ച് മാർച്ച് 26 മുതൽ 28 വരെ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സംരക്ഷണവും സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ പോലീസ് വിന്യാസം, CCTV നിരീക്ഷണം, ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകളും സ്വകാര്യ ബസ്സുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റുകളും അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സ്, സ്കൂബ ടീമുകൾ, 24 മണിക്കൂർ മെഡിക്കൽ സേവനം, ആംബുലൻസ് സൗകര്യം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കുരിശുമടി വൈസ് റെക്ടർ ഫാദർ ജോസ് ഒഴലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ വെള്ളാനിയിൽ, കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി, കൈക്കാരന്മാരായ ജോർലി ഈരത്തറ, ആബേൽ കപ്പ്യാരുകുട്ടിയിൽ, ടിനു തറയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചൂടിനെ ഒഴിവാക്കാനായിട്ടായിരിക്കും. പിന്നെ പിള്ളേരുടെ പരീക്ഷകൾ കൂടി ആഴ്ച തിരികെയുള്ളൂ. അത് കഴിയുമ്പോൾ വലിയ ആഴ്ചയിലും തിരുനാൾ ദിനങ്ങളിലുമൊക്കെ കൂടുതൽ തീർത്ഥാടകരുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിനവർക്ക് സുഗമമായ രീതിയിൽ മല കയറി പോകാനായിട്ട് ആവശ്യമാണ്. ഒന്ന് ഗതാഗതമാണ്. നമ്മളതിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ, സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് സർവീസുകൾ അഡീഷണലായിട്ട് ഉണ്ടാകും. തിരുനാൾ ദിവസങ്ങളിൽ എട്ടാമിടം വരെ പ്രത്യേകമായ ഒരു കെയർ നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കുവാനായിട്ടുള്ള എല്ലാ ആലോചനകളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും മെഡിക്കൽ എയ്ഡ്, ഫസ്റ്റ് എയ്ഡ് ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണ്, പ്രത്യേകിച്ച് കയറി പോകുന്നതിലേക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യങ്ങളോ എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായാൽ അതിനുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അടിവാരത്തും ഒന്നാം സ്ഥലത്തും മലമുകളിലും ഡോക്ടേഴ്സിനോട് കൂടിയ മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധമായ ജലം ലഭിക്കുവാനായിട്ട് അടിവാരം മുതൽ മലയുടെ മുകളിൽ വരെയുള്ള സംവിധാനങ്ങൾ, അത്യാവശ്യമായ ചായ കാപ്പികളുള്ള സൗകര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ലഭിക്കുവാനുള്ള സ്റ്റോർ സംവിധാനങ്ങൾ, പിന്നെ എന്തെങ്കിലും അപകടം പറ്റിയാൽ സ്ട്രക്ചർ ഡ്യൂട്ടിക്കാരെ അവർ താഴോട്ട് ഇറക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭൗതികമായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മലമുകളിൽ ഈ ദിവസങ്ങൾ പ്രത്യേകം ആത്മീയ ശുശ്രൂഷകളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. മലയാറ്റൂർ തീർത്ഥാടന സമയത്തോളം മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതത്ര പ്രാധാന്യം ജനസമൂഹത്തിലുണ്ട്. നമുക്കറിയാം, മലയാളികൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പല സമയങ്ങളിൽ വന്ന് മല കയറി പോകുന്നുണ്ട്. ഓരോരുത്തർക്കും ആർത്തോമാശ്രീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ കിട്ടുന്ന ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളാണ് അതിൻ്റെ പിന്നിലെന്നുള്ളത് നമ്മൾ അവരോട് വ്യക്തിപരമായിട്ട് ഓരോ ഫാമിലിയോട് നമ്മൾ സംവദിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ വൈദികനായിരിക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിൻ്റെ കാര്യം എന്തെല്ലാം പരിമിതികളുണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും മല കയറി പ്രാർത്ഥിച്ചു പോകുക എന്നുള്ളത് ആളുകളുടെ ഒരു ആവശ്യമായി ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ്
ബഹുമാനപ്പെട്ട വികാരി വൈസ് റെക്ടർ പറഞ്ഞതുപോലെ ബൈബിൾ കൺവെൻഷനോട് കൂടെയാണ് മാർച്ച് 26, 27, 28 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷനിലൂടെയാണ് നമ്മളുടെ മലയാറ്റൂർ തീർത്ഥാടനം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്ന അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 27-ാം തീയതി 40-ാം വെള്ളിയാണ്. 40-ാം വെള്ളിയിൽ മല കയറുന്നത് ഒരു ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ചയായിട്ട് കണ്ടുകൊണ്ട് അന്നേ ദിവസം മല കയറുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി നമുക്കുണ്ടെന്ന് അറിയാം. അതിനുശേഷം 29-ാം തീയതി ഓശാന ഞായറാഴ്ച, അന്നേ ദിവസം തിരുക്കർമ്മങ്ങൾ താഴ്ത്തപ്പള്ളിയിൽ 6 മണിക്ക് ആരംഭിക്കുന്നു. മുകളിലും 6 മണിക്കാണ് കുരുത്തോല വെഞ്ചിരിപ്പോടുകൂടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധ കുർബാനകൾ താഴ്ത്തും മുകളിലും സമയമനുസരിച്ചുള്ള അനുസരിച്ചുള്ള കുർബാനകളുണ്ട്. ഏപ്രിൽ 2-ാം തീയതി പെസഹാവേഴം താഴ്ത്തപ്പള്ളിയിൽ 6 മണിക്ക് കാൽകഴുകൽ ശുശ്രൂഷയോടുകൂടെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട വൈസ് റെക്ടർ ജോസ് വെള്ളക്കാട്ടച്ചന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ മുകളിൽ 7 മണിക്കാണ് കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിക്കുക. തുടർന്ന് വചന സന്ദേശവും പൂർണ്ണദിന ആരാധനയും 2 സ്ഥലത്തും താഴ്ത്തും മുകളിലുമായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച താഴെപ്പള്ളിയിൽ 5:30 ആരാധനയോടുകൂടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ 6:30 പീഠാനുഭവ തിരുക്കർമ്മങ്ങൾ തുടങ്ങുക. താഴെപ്പള്ളിയിൽ വചന സന്ദേശമൊക്കെ നൽകുന്നത് നമ്മുടെ മൈനസ് സെമിനാരിയിലെ റെക്ടർ അച്ഛനായിട്ടുള്ള മാർട്ടിൻ കരിക്കൽ അച്ഛനൊക്കെയാണ്. മുകളിൽ 6:30 ആരാധനയോടുകൂടി ആരംഭിക്കുന്ന പീഠാനുഭവ വെള്ളിയിലെ തിരുക്കർമ്മങ്ങൾ 6:30 ആരംഭിക്കുന്നു. 7 മണിക്കായിരിക്കും പീഠാനുഭവ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. അവിടെ നേതൃത്വം വഹിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എഡ്യൂക്കേഷണൽ മാനേജർ കോർപ്പറേറ്റ് ഏജൻസിയുടെ ഡയറക്ടറായിട്ടുള്ള തോമസ് നങ്ങേലിമാലി അച്ഛനാണ്. പീഠാനുഭവ സന്ദേശം മുൻ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ജോസ് വടക്കനച്ഛൻ. വലിയ ശനിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ ശനിയാഴ്ച 7 മണിക്കാണ് മുകളിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. താഴെ 6 മണിക്ക് താഴ്ത്തപ്പള്ളിയിൽ 6 മണിക്കായിരിക്കും ആരംഭിക്കുക. ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് വലിയ ശനിയാഴ്ച രാത്രി 10:30 ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ താഴെ പള്ളിയിൽ. മുകളിൽ 11:45 ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതുഞായർ തിരുനാൾ. പുതുഞായർ തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങൾ വ്യാഴാഴ്ച രാവിലെ താഴ്ത്തപ്പള്ളിയിൽ അഭിമന്യ വൈസ് റെക്ടർ ജോസ് വെള്ളക്കാട്ടച്ചൻ കൊടികയറ്റുന്നു. വൈകുന്നേരം മുകളിൽ പുതുഞായറിന്റെ വ്യാഴാഴ്ച തന്നെ മുകളിൽ കൊടിയേറ്റ് നടത്തുകയാണ്. ശേഷം വെള്ളിയാഴ്ച നൊവേനയും മറ്റു തിരുക്കർമ്മങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ വെള്ളി, ശനി ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നൊവേനയും ലതീഞ്ഞും വിശുദ്ധ കുർബാനയും ക്രമീകരിച്ചിരിക്കുന്നു താഴെ മുകളിലായിട്ട്. ഞായറാഴ്ചയായിരിക്കും ഞായർ ദിനമായിരിക്കും നമ്മൾക്ക് തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക. അന്ന് താഴത്തെ പള്ളിയിൽ 5:30, 7 മണി, 9:30 വിശുദ്ധ കുർബാനകൾ ക്രമീകരിച്ചിരിക്കുന്നു. 9:30 ആയിരിക്കും തിരുനാൾ കുർബാന. മുകളിൽ 12 വെളുപ്പിന് 12:05 2 മണിക്കും 5:30, 6:30, 7:30 കുർബാനകൾ വിശുദ്ധ കുർബാനകൾ ക്രമീകരിച്ചിരിക്കുന്നു. 9 മണിക്കായിരിക്കും പുതുഞായർ തിരുക്കർമ്മങ്ങളോട് കൂടിയ തിരുനാൾ കുർബാന മുകളിൽ കുരിശുമുടിയിൽ ക്രമീകരിച്ചിരിക്കുക. അതിനുശേഷം വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. പുതുഞായറിന്റെ വൈകുന്നേരം 3 മണിക്കായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊൻപണം ഇറക്കൽ ശുശ്രൂഷയുള്ളത്. വൈകുന്നേരം 3 മണിക്ക് മുകളിൽ നിന്ന് പൊൻപണം ഇറക്കുന്നു. ശേഷം പിന്നെ നമ്മൾ 8-ാം ഇടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏപ്രിൽ 17, 18, 19 തീയതികളിൽ താഴെ മുകളിലായിട്ട് നൊവേനയും ലതീഞ്ഞും മറ്റു തിരുക്കർമ്മങ്ങൾ വിശുദ്ധ കുർബാനയുടെ തിരുക്കർമ്മങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.